ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. എത്തോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരുടെയും ക്ഷേമം മാതൃരാജ്യത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും വൈകാരിക കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. രാജ്യത്ത് 2000-ലധികം കിലോമീറ്റർ റെയിൽപാതകളിൽ കവച് സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന തൊഴിലാളികൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി സർക്കാർ. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച തദ്ദേശ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ സുഗമമായി പുരോഗമിക്കുന്നു. രാജ്യത്ത് 2000-ലധികം കിലോമീറ്റർ റെയിൽപാതകളിൽ സുരക്ഷാ സംവിധാനമായ കവച് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. Each and every incident we work in such detail so that whether we have to make a structural change, whether we have to train the people better, whether we have to redesign the system, whether we have to bring new components, whatever best possible has to be done on any safety related incident. Honorable Speaker sir, the entire team is working with full sincerity is what I can share with you in full humility. റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരമായാണ് ബില്ല് കൊണ്ടുവരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരാഴ്ചത്തെ കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനം പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ ഇന്ന് സന്ദർശിക്കും. ഗവർണർ RN രവിയും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനും രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്യും. തുടർന്ന് ശ്രീപുരം സുവർണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ശ്രീമതി മുർമു ക്ഷേത്ര സമുച്ചയത്തിലെ ധ്യാന പവലിയൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാവരുടെയും ക്ഷേമം മാതൃരാജ്യത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും വൈകാരിക കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. With the call of Sabka Saath, Sabka Vikas, Sabka Vishwas, Sabka Prayas, together for everyone's growth, with everyone's trust and effort. Our emotions for our motherland also reflect our shared perspectives. India's national song Vande Mataram and the Ethiopian national anthem both refer to our land as the mother. എത്തോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷൻ ഓഫ് എത്തോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. എത്തോപ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. നിർമ്മിത ബുദ്ധി കാർഷിക മേഖലയിൽ ചെലുത്തുന്ന പ്രത്യക്ഷ സ്വാധീനത്തെക്കുറിച്ചുള്ള സംഗ്രഹം സമർപ്പിക്കുന്നതിന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ AI മിഷൻ ആഗോളതലത്തിൽ അപേക്ഷ ക്ഷണിച്ചു. മഹാരാഷ്ട്ര സർക്കാരിന്റെ AI അഗ്രിടെക് ഇന്നൊവേഷൻ സെന്ററുമായി സഹകരിച്ച് ലോക ബാങ്കിന്റെ പിന്തുണയോടെയാണ് മന്ത്രാലയം ഇത് നടപ്പാക്കുന്നത്. 118ാമത് ദേശീയ ദിനമായ ഗാലിയോങ് ഡുച്ചനിൽ ഭൂട്ടാൻ ജനതയ്ക്ക് ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 1907 ഡിസംബർ 17-നാണ് ഭൂട്ടാന്റെ ആദ്യ രാജാവ് ഒഗ്യൻ വാങ്ചുക്കിന്റെ കിരീടധാരണ ചടങ്ങ് നടന്നത്. വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ട് നേരിട്ട തൊഴിലാളികൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി സർക്കാർ. രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നിർമ്മാണ തൊഴിലാളികൾക്കും ഇത് ലഭിക്കുമെന്ന് മന്ത്രി കപിൽ മിശ്ര അറിയിച്ചു. അതേസമയം ഡൽഹിയിലെ വായുമലിനീകരണം പരിഹരിക്കുന്നതിന് ഡൽഹി സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുകയാണ്. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നാളെ മുതൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ല. മയക്കുമരുന്നിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സുകളുടെയും മാധ്യമങ്ങളുടെയും സഹകരണം ശക്തമാക്കണമെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ ജനറൽ അനുരാഗ് ഗാർഗ്. മയക്കുമരുന്ന് ശൃംഖലകളെ ലക്ഷ്യമാക്കിയാണ് NCBയുടെ പ്രധാന പ്രവർത്തനങ്ങളെന്നും 3ാം സോണൽ ഡയറക്ടർമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ നിന്നുള്ള 3 പ്രധാന ഉൽപ്പന്നങ്ങളായ തൂത്തുക്കുടി ഉപ്പ്, ആത്തൂർ പൂവമ്പഴം, വില്ലിശ്ശേരി നാരങ്ങ എന്നിവയ്ക്ക് ഭൌമസൂചിക പദവി അഥവാ GI ടാഗ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ഔദ്യോഗികമായി സമർപ്പിച്ചു. നബാർഡിന്റെ സഹായത്തോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്നതിനും പരമ്പരാഗതമായ കൃഷി ഉൽപാദന രീതികൾ സംരക്ഷിക്കുന്നതിനുമാണ് GI ടാഗിനായി അപേക്ഷ നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി. സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിന്റെയും ഡിജിറ്റൽ സർവകലാശാല വിസിയായി സജി ഗോപിനാഥിന്റെയും നിയമനം ചാൻസലർ കൂടിയായ ഗവർണർ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് ലോക്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡ്, മലപ്പുറം പായമ്പാടം വാർഡ്, എറണാകുളം ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വീടുകൾ തോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. SIRമായി ബന്ധപ്പെട്ട് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകൾ 99.93% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിനത്തിലേക്ക് കടന്നു. 11 തിയേറ്ററുകളിലായി 72 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6ഉം മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 4 ചിത്രങ്ങൾ വീതം ഇന്ന് പ്രദർശിപ്പിക്കും. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. 3 ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നയം രൂപീകരിക്കുന്നവർ, ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. സമത്വം പുനഃസ്ഥാപിക്കൽ, ആരോഗ്യം, ക്ഷേമം തുടങ്ങിയവയുടെ ശാസ്ത്രവും പ്രായോഗികതയും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഉച്ചകോടി മറ്റന്നാൾ സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലഖ്നൌവിൽ നടക്കും. ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ അഹമ്മദാബാദിൽ നടക്കും. തമിഴ്നാട് വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ നാളത്തെ സന്ദർശനത്തിന് മുന്നോടിയായി ഈറോഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. പോലീസ് നിർദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനുമായി വേദിയിലും പരിസരത്തും ഏകദേശം 1500 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 184 പോയിന്റ് ഇടിഞ്ഞ് 84,495-ലും നിഫ്റ്റി 54 പോയിന്റ് നഷ്ടത്തിൽ 25,808-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 480 രൂപ വർദ്ധിച്ച് 98,640 രൂപയും ഗ്രാമിന് 12,330 രൂപയുമാണ് ഇന്നത്തെ വില. 5 രാജ്യങ്ങൾക്ക് കൂടി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ അമേരിക്ക. ബുർക്കിന ഫാസോ, മാലി, നൈജർ, ദക്ഷിണ സുഡാൻ, സിറിയ എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്ക്. അതേസമയം നേരത്തെ പട്ടികയിലുള്ള രാജ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. പലസ്തീനിൽ നിന്നുള്ള യാത്രാരേഖകളുള്ള വ്യക്തികളുടെ പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കർണാടക, തെലങ്കാന, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശൈത്യതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹിയിൽ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. തലസ്ഥാനത്തെ ശരാശരി വായു ഗുണനിലവാര സൂചിക ഇന്ന് 329 രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. എത്തോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരുടെയും ക്ഷേമം മാതൃരാജ്യത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും വൈകാരിക കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. രാജ്യത്ത് 2000-ലധികം കിലോമീറ്റർ റെയിൽപാതകളിൽ കവച് സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന തൊഴിലാളികൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി സർക്കാർ. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച തദ്ദേശ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.